Hello everyone, welcome back to Xylem Learning. It's me, your JD sir, Jamshad. Okay, ഇന്ന് നമ്മൾ പുതിയൊരു ആക്ടിവിറ്റിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോളൂ, ദിസ് വൺ, ലെറ്റ്സ് എഡിറ്റ്. എല്ലാവർക്കും വിഷയമാണ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാമർ സെഷൻ ഒക്കെ. അത് നമ്മൾ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പോണ്, ഈസി ആയിട്ട് സെറ്റ് ആക്കാൻ പോണ്. ഇനി നിങ്ങൾക്ക് ഏതൊരു എഡിറ്റിംഗ് വന്നാലും നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. അതിന് വേണ്ടിയുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. കണ്ടോളൂ, റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറെ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ് എന്ന് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ്. എന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതിന് മുമ്പ് ജസ്റ്റ് ഏതെങ്കിലും ആ ഒരു വേർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ ഗസ് അടിക്കാലോ, ഇത് ശരിയാണോ, ഇത് തന്നെയാണോ കറക്റ്റ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ, എത്രത്തോളം മാർക്ക് എക്സ്പെക്റ്റബിൾ ആണ് എന്നുള്ളത് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കിയാൽ മതി. ഇതിങ്ങനെ തെറ്റാം. ഓക്കെ, ജസ്റ്റ് കണ്ടോളൂ, ഇവിടെയുണ്ട്. ഓക്കെ, യെസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹൗ ടു എഡിറ്റ് എന്നുള്ളതിന്റെ ട്രിക്കാണ് പറയാൻ പോകുന്നത്. ടിപ്സ് കണ്ടോളൂ. ബേസിക് ഗ്രാമർ മിസ്റ്റേക്കുകൾ ധാരാളം അതിൽ കൊടുക്കാറുണ്ട്. സെന്റൻസ് സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കൊടുക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുക്കും. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ഉണ്ടാവില്ല, അത് കൊടുക്കും. വേർഡിന്റെ ഓർഡർ തെറ്റിച്ച് കൊടുക്കും. പങ്ക്ച്വേഷൻ, അതായത് വേർഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. അതുപോലെ തന്നെ സ്പെല്ലിംഗ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുക്കും. പങ്ക്ച്വേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ ചിഹ്നം കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ അബ്രവേഷൻസും അതുപോലെ തന്നെ ധാരാളം മാർക്കുകൾ ഉണ്ടല്ലോ, ഇൻവെർട്ടർ കോമ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തടത്ത് കൊടുക്കും, ആവശ്യമുള്ളടത്ത് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്ക് ഉണ്ടാവും. ബേസിക് ഗ്രാമറിന് ഏകദേശം സബ്ജക്ട് വേർബ് കൺകോർഡ് ഉണ്ടാവും. അതായത് സബ്ജക്ട് ഐ ആയിരിക്കും, അതിനുശേഷം ആം അല്ല വരേണ്ടത്, അതില്ലാതെ ഐ ആർ എന്നൊക്കെ ചോദിക്കും, മിസ്റ്റേക്ക് അല്ലേ. അഗ്രിമെന്റ് ഉണ്ടാവും, അതായത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഉണ്ടാവും. റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടാവും. ഓക്കെ, അതായത് ദ ബോയ് എന്ന് പറയുമ്പോൾ ഹൂ ആണ് പറയേണ്ടത്, അല്ലാതെ വിച്ച് എന്നല്ല. അങ്ങനെ സബ്ജക്ട് റിലേറ്റീവ് പ്രൊനൗൺ റിലേറ്റഡ് ഉണ്ടാവും, ആൻഡ് റിലേറ്റീവ് ഉണ്ടാവും, ക്ലോസ്, അതായത് കുറെ മിസ്റ്റേക്ക് ടൈപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കണ്ടോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺഡ്, നമ്മൾ ആ ചാപ്റ്ററിലാണ്. ഓക്കെ, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺ, ആ സമയത്ത് അങ്കിൾ തിരിച്ചു വന്നു. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് തന്നെയാണോ ആൻസർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണേ. അറ്റ് ദാറ്റ് മൊമെന്റ് എന്നുള്ളതിൽ അറ്റ് തെറ്റാണ്, കാരണം അറ്റ് എന്നാണ് വേണ്ടത്. കാരണം എന്താണ്, ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ടേ സാറേ, അല്ലേ? ഓക്കെ, ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പൻ അറ്റ് ഹോം. വാട്ട് വാസ് എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഓ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ ഐ എൻ ജി വേണ്ടേ, വാസിന്റെ കൂടെ ഐ എൻ ജി വേണ്ടേ, ഹാപ്പനിങ്. ഓക്കെ, ഫാസ്റ്റ് ആയതുകൊണ്ട് ഹാപ്പനിങ്. ഓക്കെ, ഹി ലുക്ക് അറൗണ്ട്, അല്ല അവിടെ എന്താ പ്രശ്നം, ഹി ലുക്ക് അറൗണ്ട്. നമ്മുടെ ആരാണ്, അങ്കിള് ലുക്ക് അറൗണ്ട്, ചുറ്റും നോക്കി. ആൻഡ് ഗസ്റ്റ് എന്താക്കി, ഗസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ഗസ്ഡ് എന്ന് പറയുമ്പോൾ സമയം നമുക്ക് മനസ്സിലാകും ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഒരിക്കലും ലുക്ക് എന്നുള്ളത് പാസ്റ്റ് അല്ല. ലുക്കിന്റെ പാസ്റ്റ് എന്താണ്, ലുക്ഡ് എന്നാണ്. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ഏകദേശം ചെയ്തൊക്കെ നിങ്ങൾ ശരിയാണോ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നോക്കണേ. എന്നിട്ട് ഗസ്റ്റ് വേർ വാസ് ഐ എന്നാണ് ചോദ്യം. അപ്പോ നമ്മുടെ ഈ ഒരു പോർഷൻ തിരിച്ചാണെന്നുള്ളത്, വേർ ഐ വാസ് എന്നാണ് വേണ്ടത്. ഇതിന്റെ സ്ട്രക്ചർ തെറ്റിച്ച് വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ വന്നതാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ, ഹി കെയിം ടു ദ കൗ ഷെഡ്, അങ്ങനെ കൗ ഷെഡിലേക്ക് വന്നു. ആൻഡ് ആസ്ക്ഡ് മീ, എന്നോട് പറഞ്ഞു, ഇറങ്ങടാ എന്ന് പറഞ്ഞു. കം ഡൗൺ, കെയിം ഡൗൺ എന്നാണ് ഇതിലുള്ളത്. കം ഡൗൺ ആണ്, കെയിം ഡൗൺ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. ഓക്കെ, എന്താണ്, പാസ്റ്റ് ആണ്. ഇത് നമ്മൾ എന്താണ്, ഒരു ആജ്ഞാപനാണ്, ഇറങ്ങി വാടാ എന്ന് പറയില്ലേ, കം ഡൗൺ വാടാ എന്ന് പറയാം. അപ്പൊ അത് കെയിം അല്ല. ഓക്കെ, അത് ക്യാപിറ്റൽ ലെറ്റർ ആയി പോയാലും പ്രശ്നമാണ്, കം എന്നാണ് വേണ്ടത്. സോ ഇത്രയും മിസ്റ്റേക്കുകളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇത് നമ്മളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ഇനിയുള്ള വരുന്ന മിസ്റ്റേക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നുള്ളത്, അതായത് ഓരോന്നിനും ഓരോ മാർക്ക് കൊടുക്കണം. 1 2 3 4 5 നിങ്ങൾക്ക് എത്ര മാർക്കായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്നും, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസറും ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ധാരാളം വീഡിയോസ് ഇനി വരും. ദെൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് മീ ജംഷാദ്, യോ JD sir. താങ്ക് യു വെരി മച്ച്. ബൈ.